എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9ലെ ദുഃഖ കാ അധികാർ എന്ന ചാപ്റ്ററാണ്. ഇത് എഴുതിയിരിക്കുന്നത് യശ്പാലാണ്. നോക്കാം നമുക്ക്. എന്താണ് ദുഃഖ കാ അധികാർ? ദുഃഖം ആചരിക്കാനുള്ള അധികാരം, അല്ലെങ്കിൽ ഒരാൾക്കൊരു ദുഃഖം ഉണ്ടാകുമ്പോൾ അയാൾ എത്രത്തോളം അത് ആചരിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ലേഖകനിലൂടെ പറയുന്നത്. അതായത് ഒരു ദുഃഖം എല്ലാവരും ഒരുപോലെയാണോ ദുഃഖം ആചരിക്കുന്നത്, എല്ലാവർക്കും ഒരുപോലെയാണോ ദുഃഖം ഉണ്ടാകുക, ഒരുപോലെയായിരിക്കും ദുഃഖം ഉണ്ടാകുന്നതെങ്കിലും അതെങ്ങനെ അവർ പ്രകടിപ്പിക്കുന്നു, അതെങ്ങനെ അവർ ആചരിക്കുന്നു എന്നാണ് ലേഖകൻ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നോക്കാം നമുക്ക്. മനുഷ്യോं की पोशाकें उन्हें विभिन्न श्रेणियों में बांट देती है. എന്താണ് ലേഖകൻ പറയുന്നത്? മനുഷ്യോങ്കി പോഷാക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്ത്രങ്ങൾ. മനുഷ്യരുടെ വസ്ത്രങ്ങൾ അവരെ വിഭിന്ന ശ്രേണിയോമേ, ശ്രേണി എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റഗറി. ബാണ്ഡതേന എന്ന് പറഞ്ഞാൽ എന്താണ്? വിഭജിക്കുക. അപ്പം മനുഷ്യരുടെ വസ്ത്രങ്ങൾ അവരെ പലതരത്തിലുള്ള കാറ്റഗറി ആയിട്ട് വേർതിരിക്കുന്നു. പ്രായഃ പോഷാഹി സമാജ് മേ മനുഷ്യ കാ അധികാർ അവർ ഉസ്കാ ദർജ നിശ്ചിത് കർത്തി ഹെ. പ്രായഃ ക്രമേണ പോഷാക് ഹി, ഈ വസ്ത്രങ്ങൾ തന്നെയാണ് സമാജമേ, സമൂഹത്തിൽ മനുഷ്യ കാ അധികാർ, മനുഷ്യൻ്റെ അധികാരവും അവർ ഉസ്കാ ദർജ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസ്, മിഡിൽ ക്ലാസ് ആണോ ഹൈ ക്ലാസ് ആണോ എന്നെല്ലാം നിശ്ചയിക്കുന്നത് ഈ വസ്ത്രങ്ങളിലൂടെയാണെന്ന്. ഒരു സമൂഹത്തിൽ ഒരാൾ ധരിക്കുന്ന വസ്ത്രത്തിനനുസരിച്ചായിരിക്കും അയാൾക്ക് ആ സമൂഹത്തിലുള്ള വാല്യൂ. വ ഹമാരെ ലിയെ അനേക ബന്ദ് ദർവാസയും കോൽ ദേത്തി ഹെ. പിന്നീട് ലേഖകൻ എന്താ പറയുന്നത്? ഈ വസ്ത്രങ്ങൾ നമുക്ക് പലതരത്തിലുള്ള അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കപ്പെടുന്നു എന്നാണ്. അതായത് നമ്മളൊരു വെൽ ഡ്രസ്സ് ധരിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ളൊരു റെസ്പെക്റ്റ് നമുക്ക് കിട്ടുമെന്നാണ് ലേഖകൻ പറയുന്നത്. परंतु कभी ऐसी भी परिस्थिति आ जाती है कि हम जरा नीचे झुककर समाज की निचली श्रेणियों की अनुभूति को समझना चाहते हैं. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മൾ നീച്ചെ ചുക്കുക്കർ, താഴേക്ക് വരുമ്പോൾ, ഹൈ ക്ലാസ്സിൽ നിന്നും താഴേക്ക് ലോ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിച്ചലി ശ്രേണിയോക്ക് അനുഭൂതിക്കോ സംജന ചാത്തയെ, താഴെ തട്ടിലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഉസ് സമയ പോഷാഹി ബന്ധനവർ അച്ഛൻ ബഞ്ചാത്തി എന്ന്, ഈ സമയത്ത് ഈ വസ്ത്രങ്ങൾ ഒരു ബന്ധനമായും, അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രുക്കാവട്ട്, തടസ്സമായും മാറാറുണ്ട്. എന്നുവെച്ചാൽ എന്താണ്? നമ്മളൊരു വെൽ ഡ്രസ്സൊക്കെ ധരിച്ച് ഒരു ലോ ക്ലാസ് ആൾക്കാർ അല്ലെങ്കിൽ വളരെ താഴെ തട്ടിലുള്ള ആൾക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ പെട്ടെന്ന് നമുക്ക് അവരുടെ അടുത്തൊരു സ്വീകാര്യത കിട്ടത്തില്ല. അവർ വിചാരിക്കില്ല ഇവരെന്തിനാണ് വന്നിരിക്കുന്നത്, നമ്മൾ വല്ല ചൂഷണം ചെയ്യാനാണോ, എന്താണ് ഇവരുടെ ഉദ്ദേശമെന്ന് അവർ സംശയിക്കും. അതാണ് ഇവിടെ ലേഖനം ഉദ്ദേശിക്കുന്നത്. അതിന് എക്സാമ്പിളായിട്ട് അദ്ദേഹം എന്താ പറയുന്നത്? ജയ്സെ വായു കി ലഹരയും കടി ഹുയി പതംഗ് കോ സാസ ഭൂമി പർ നഹി ഗിർ ജാനെ ദേത്തി. എന്താ അദ്ദേഹം പറയുന്നത്? കാറ്റിൻ്റെ ഗതിയാൽ, വായുക്കി ലഹരി എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റിൻ്റെ ശക്തി കൊണ്ട് കടി ഹുയി പതംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടം, കൈറ്റ്. കടി ഹുയി എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോയ പട്ടം. സാഹസ ഭൂമി പർ നഹി ഗിർ ജാനെ ദേത്തി, പെട്ടെന്ന് ഭൂമിയിലേക്ക് വന്ന് പതിക്കാൻ സമ്മതിക്കില്ല. ഉസി തര ഗാസ് പരിസ്ഥിതിയോമേ ഹമാരി പോഷ ഹമേ ചുക് സക്നെ സെ റോക്കെ രഹത്തി ഹെ. അതേപോലെ തന്നെയാണ് താഴെത്തട്ടിലുള്ള ചില സന്ദർഭങ്ങളിൽ താഴെത്തട്ടിലുള്ള ആൾക്കാരുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഈ വസ്ത്രങ്ങൾ നമ്മളെ ചുക്സക്ന എന്ന് പറഞ്ഞാൽ തല കുനിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു പ്രത്യേക പെട്ടെന്ന് ഓടിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടാൻ പറ്റില്ല, അവർ നമ്മളെ സ്വീകരിക്കില്ല. ഈ കാറ്റിൻ്റെ ശക്തി കൊണ്ട് പൊട്ടിപ്പോയ പട്ടം ഭൂമിയിലേക്ക് പതിക്കാനെടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അത്രയെങ്കിലും ഒരു സമയം എടുക്കും എന്നാണ് ലേഖൻ ആ എക്സാമ്പിളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്ന. बाजार में फुटपाथ पर कुछ खरबूजे डलिया में और कुछ ज़मीन पर बिक्री के लिए रखे जान पड़ते थे. ലേഖൻ എന്താ പറയുന്നത്? ബാസാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാസാർമേ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ, ഫുട്പാത്തിൽ കുച്ച് ഗർബൂജ എന്ന് പറഞ്ഞാൽ വാട്ടർമെലൺ, യെല്ലോ വാട്ടർമെലനെയാണ് ഗർബൂജ എന്ന് പറയുന്നത്. ഡലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാസ്ക്കറ്റ്. അപ്പോൾ മാർക്കറ്റിൽ, ഫുട്പാത്തിൽ കുറച്ച് ഗർബൂജകളും ബാസ്ക്കറ്റിലും അവർ കുച്ച് ജമീൻ പർ ബിക്രി കേലിയെ രക്കേ ജാൻ പട്ടേതെ. ബിക്രി എന്ന് പറഞ്ഞാൽ എന്താണ്? വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത് കണ്ടു. ഗർബൂജം കി സമീപേ കഥയുടെ ഉമ്രക്കി ഔരത് ബൈട്ടി രോ രഹീതി.
ആ ഈ ഗർഭൂജകളുടെ സമീപത്ത് ഇരുന്ന് അതേടെ ഉമ്മർ എന്ന് പറഞ്ഞാൽ എന്താണ്, മധ്യവയസ്കയായ അല്ലെങ്കിൽ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. ഗർഭുജ ബിക്രിക്കേലിയതേ, ഗർഭുജ എന്തിനുള്ളതായിരുന്നു, വിൽക്കാനുള്ളതായിരുന്നു. പരന്തുനെ ഗരുദിനെ കേലിയെ കോയി കൈസെ ആകെ പെടുത്ത, പക്ഷെ അത് വാങ്ങിക്കാനായിട്ട് ആരെങ്കിലും വരുമോ എന്നാണ് ലേഖൻ ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇത് വിൽക്കാനായിട്ട് വച്ചിരിക്കുന്നതാണ്, പക്ഷെ ഇത് വാങ്ങിക്കാൻ ആരെങ്കിലും വരുമോ, എന്തുകൊണ്ടാണ് ലേഖൻ അങ്ങനെ ചോദിച്ചതെന്ന് നോക്കാം. गर्भुजों को बेचने वाले तो कपड़े से मुँह छुपाए सिर को घुटनों पर रखे ഫഫക് ഫഫക്കർ रो रही थी. ആ ലേഖൻ എന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം, ഈ ഗർഭൂജകൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന ആ സ്ത്രീ ബേച്ചനെ വാലിത്തോ അവരെങ്ങനെയിരുന്നത്, ആ പിക്ചറിൽ നോക്കിയാൽ അറിയാൻ പറ്റും അവരെങ്ങനെ ഇരിക്കുന്നതെന്ന്. കപ്പടേസി മൂ ചുപ്പായെ, ആ സാരിയുടെ ആ തുമ്പ് കൊണ്ട് മുഖം മറച്ചുകൊണ്ട് സിർക്കോ ഗുഡനോപ്പർ രക്കെ, സിർ എന്ന് പറഞ്ഞാൽ ആ നെറ്റി, ഗുഡനം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ രണ്ട് കാൽമുട്ടുകളെയാണ് ഗുഡനം എന്ന് പറയുന്നത്. അപ്പോൾ ആ നെറ്റി വന്ന് ആ കാൽമുട്ടുകളിൽ വെച്ചുകൊണ്ട് ഫഫക് ഫഫക്കർ റോരഹീതി എന്ന് വളരെ ഏങ്ങി ഏങ്ങി കരയുന്നുണ്ടായിരുന്നു എന്നാണ് ലേഖൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആരെങ്കിലും ഗർഭൂജ വന്ന് വാങ്ങിക്കുമോ എന്നാണ് ലേഖൻ ചോദിക്കുന്നത്. पास पड़ोस की दुकानों की तख्तों पर बैठे या बाजार में गिरे लोग पड़ोस की दुकानों की तख्तों पर बैठे या बाजार में गिरे लोग घृणा से उस स्त्री के संबंध में बात कर रहे थे. ലേഖൻ എന്ന് പറയുന്നത് പടോസ് കി ദുക്കാനമേ, പടോസ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള കടകളിൽ ഇരിക്കുന്ന, തക്തം എന്ന് പറഞ്ഞാൽ ബെഞ്ചിൽ ഇരിക്കുന്ന ബെഞ്ചുകളെ അല്ലെങ്കിൽ കസേരകളെയൊക്കെ പറയാം. അപ്പോൾ അവിടെ ഇരിക്കുന്നതും അതേപോലെ തന്നെ നിൽക്കുന്നതുമായ ഗഡേ ലോഗ്, നിൽക്കുന്നതുമായ ആൾക്കാർ ഘൃണാസെ, ഘൃണ എന്ന് പറഞ്ഞാൽ എന്താ, വളരെ വെറുപ്പോടുകൂടി ഒരു സ്ത്രീക്ക് സംബന്ധമേ, ആ സ്ത്രീയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ബാത് കർ രഹേ, ഒരു സ്ത്രീക്കാർ ഓനാ ദേക്കർ മന്മേക്ക് വേദാസി ഉടി. അപ്പോൾ ലേഖകന് അവരുടെ കരച്ചിൽ കണ്ടപ്പോൾ മനസ്സിലൊരു വിഷമം വന്നു. അപ്പോൾ ഉസ്കെ രോനേക്ക കാരൻ ജാനേക്ക ഉപായിക്കാത. അപ്പോൾ ലേഖൻ ചിന്തിക്കുകയാണ്, അവർ കരയുന്നത് കണ്ടിട്ട് മനസ്സിലൊരു വിഷമം തോന്നി. ഇനി അവരെന്തുകൊണ്ടാണ് കരയുന്നതെന്ന് അറിയാനായിട്ട് എന്താണ് ഒരു സൊല്യൂഷൻ, എന്താണ് ഒരു ഉപായം. ഫുട്പാത്ത് पर उसके समीप बैठ सकने में मेरी पोशाही വ്യവധാൻ ബൻഗടി ഹോഗി. അവിടെ അവരുടെ അടുത്ത് ആ ഫുട്പാത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ എന്തിനാ കരയുന്നത് എന്ന് ചോദിക്കാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ വസ്ത്രം പോഷാക്ക് ഹി വ്യവധാൻ, വ്യവധാൻ എന്ന് പറഞ്ഞാൽ ഒരു തടസ്സമായി മാറി മുന്നിൽ വന്നു ഈ വസ്ത്രം അല്ലേ. അതുകൊണ്ടാണ് ലേഖകൻ പറഞ്ഞത്, ചിലപ്പോഴൊക്കെ നമ്മൾ വെൽ ഡ്രസ്സിൽ പോയാൽ അതിൻ്റേതായ റെസ്പെക്റ്റ് കിട്ടും, പക്ഷേ ചില സന്ദർഭങ്ങളിൽ വസ്ത്രം തന്നെ നമുക്കൊരു പ്രശ്നമായി തീരാറുണ്ട്. ഏക ആത്മീനെ ഘൃണാസെ ഏക് തര തൂക്തേ ഹുയെ കഹ. ഒരു വ്യക്തി എന്താണ്, വളരെ വെറുപ്പോടുകൂടി, തൂക്ന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുപ്പിയിട്ട് കൊണ്ട് പറയുകയാണ്, ക്യാ സമാനാഹേ, എന്തൊരു ലോകമാണിത്. ജവാൻ ലടക്കേക്കോ മരെ പൂരാ ദിൻ നഹി ബീത്ത. പ്രായമായ മകൻ മരിച്ചതിന് ശേഷം ഒരു ദിവസം മുഴുവനും ആയിട്ടില്ല, 24 മണിക്കൂർ പോലും ആയിട്ടില്ല. അവർ ഈ ബഹയ ദുക്കാൻ ലഗാക്കിയ ബൈഠിയെ, ബഹയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സങ്കോചമില്ലാതെ നാണമില്ലാതെ കട തുറന്ന് ഇവിടെ സാധനങ്ങൾ വിൽക്കാനായിട്ട് ഇരിക്കുകയാണ്. ദൂസരെ സാഹബ് അപ്പനി താടി കുജാത്തെ ഹുയെ കരഹേദേ. അപ്പോൾ വേറൊരാൾ തൻ്റെ താടി ഇങ്ങനെ പിടിച്ചിങ്ങനെ പറയാണ്, അരേ ജൈസി നീയ തോത്തി ഹേ അള്ളാബി വൈസിഹി ബർക്കത്ത് ദേത്താ എന്ന്. എങ്ങനെയാണോ നമ്മൾ കർമ്മം ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും അള്ളാഹു ഫലം തരുന്നത്. അവർക്ക് ഇങ്ങനെ വന്ന് അനുഭവിക്കാനുള്ള യോഗം അവർ ഉണ്ടായിട്ടുണ്ടാവും, അവരങ്ങനത്തെ കർമ്മങ്ങളായിരിക്കും ചെയ്തിരിക്കുന്നതെന്നാണ് അയാൾ പറയുന്നത്. सामने की फुटपाथ पर गड़े एक आदमी ने दिया सलाई की तीली से कान गुजारते हुए कहा. തൊട്ടടുത്ത ഫുട്പാത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്താ പറഞ്ഞത്, അയാൾ ദിയാ സലായി എന്ന് പറഞ്ഞാൽ തീപ്പെട്ടി, തീലി എന്ന് പറഞ്ഞാൽ തീപ്പെട്ടിക്കൊള്ളി. അപ്പോൾ തീപ്പെട്ടിക്കൊള്ളി ഇങ്ങനെ എടുത്തിട്ട് ചില ആൾക്കാർ ഇങ്ങനെ അത് ഇങ്ങനെ കാണുന്ന പറഞ്ഞാൽ ചെവിയിൽ ഇങ്ങനെ ചൊറിയുമല്ലോ, അതിനാണ് അങ്ങനെ പറയുന്നത്. അയാൾ പറയണ അരേ ഇൻ ലോകോങ്കോ ക്യാ ഹേ, ഇവർക്കൊക്കെ എന്ത് നോക്കാനാണ്. ഈ കമീനയിലോ റൊട്ടിക്ക് ടുക്കടേ പർ ജാൻ ദേത്തേ ഹേ. കമീന എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലൊരു മോശം വാക്കാണ്. അവർ അപ്പോൾ പറയണം, ഈ കമീനയിലോ ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു റൊട്ടി കഷ്ണത്തിന് വേണ്ടി, റൊട്ടിക്ക് ടുക്കടേ എന്ന് പറഞ്ഞാൽ പീസ്, റൊട്ടിയുടെ ഒരു ചെറിയ കഷ്ണത്തിന് വേണ്ടി ജാൻ ദേത്തേ ഹേ, മരിക്കാൻ തയ്യാറാണ്. इसके लिए बेटा बेटी कसम लुकाई धर्म ईमान सब रोटी का टुकड़ा है. ബേട്ട ബേട്ടി മകൻ മകൾ എന്നില്ല ഇവർക്ക്, കസം ലുഗായി ഭാര്യ എന്നില്ല ഭർത്താവ് എന്നില്ല, ധർമ്മ ഇമാൻ ധർമ്മവും ഇല്ല, ഇമാൻ എന്ന് പറഞ്ഞാൽ മര്യാദ, സബ് റൊട്ടി ക ടുക്കടാ ഹേ, എല്ലാം ഒരു റൊട്ടി കഷ്ണത്തിന് വേണ്ടി ഇവർ കളയാൻ തയ്യാറാണെന്നാണ് ഇവർ പറയുന്നത്. परचून की दुकान पर बैठे लालाजी ने कहा. പർച്ചൂൻ കി ദുക്കാൻ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത കടയിൽ ഇരിക്കുന്ന ലാലാജി എന്താ പറയുന്നത്, അരേ ബൈ ഉൻകെ ലിയേ മരേ ജിയൊക്കെ കോയി മത്ലബ് നാ ഹോ. ഇവർക്ക് മരിച്ചാൽ എന്താ ജീവിച്ചാൽ എന്താ, അതിലൊന്നും വലിയ അർത്ഥമില്ല.
पर दूसरे के धर्म ईमान का तो ख्याल करना चाहिए. പക്ഷേ മറ്റുള്ളവരുടെ ധർമ്മത്തെയും മര്യാദയൊക്കെ ഇവർക്കൊന്നും ശ്രദ്ധിക്കേണ്ടതില്ലേ? ഖ്യാൽ കർണ ചാഹിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിക്കേണ്ടതില്ലേ? ജവാൻ ബേട്ടയ്ക്ക് മരണേ പർ 13 दिन का सौदा होता है. പ്രായമായ മകൻ മരിച്ചാൽ 13 ദിവസത്തെ സൂതക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. ഒരു വീട്ടിലൊരു കുട്ടി ജനിച്ചാലോ അല്ലെങ്കിൽ ആ വീട്ടിൽ ആരെങ്കിലും മരിച്ചാലോ ഒരു നിശ്ചിത ദിവസത്തേക്ക് ആ വീട്ടിലുള്ള ആൾക്കാർ പുറത്തുള്ള ആൾക്കാരെ തൊടില്ല, അവിടെ നിന്ന് ആരെങ്കിലും ഭക്ഷണം കഴിക്കില്ല, അങ്ങനെ ഒരു ചടങ്ങുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതിനാണ് ഇവിടെ സൂതക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പ്രായമായ മകൻ മരിച്ചപ്പോൾ സൂതക്ക് എന്ന് പറഞ്ഞ ചടങ്ങ് വീട്ടിലുണ്ട് 13 ദിവസം. അവർ യഹാ സടക് പർ ബാസാർ മേ ആക്കർ ഗർഭൂജ ബേച്ചിനെ ബൈഠ് ഗയി ഹെ. പക്ഷെ അവരെന്താ ചെയ്യുന്നത്? ഇവിടെ വന്ന് മാർക്കറ്റിൽ ഗർഭൂജ വിൽക്കാനായിട്ട് ഇരിക്കുകയാണ്. ഹസാർ ആത്മീയ ആത്മഹത്യ ആയിരക്കണക്കിന് ആൾക്കാർ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റാണ്. കൊയ് ക്യാ ജാൻതാ ഹെ കി ഇസ്കെ ഘർ മേ സൂതക് ഹെ. ആർക്കെങ്കിലും അറിയോ ഇവരുടെ വീട്ടിൽ സൂതക്ക് എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ടെന്ന്? കൊയ് ഇസ്കെ ഗർഭുജ കാലേ തോ ഉസ്ക ഈമാൻ ധർമ്മ കൈസെ രഹേഗ. ആരെങ്കിലും ഇവരുടെ ഗർഭുജ വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിൽ അവരുടെ ആചാരങ്ങളും മര്യാദകളൊക്കെ തെറ്റില്ലേ? ക്യാ അന്തർ ഹെ. എന്തൊരു അനീതിയാണിത് അല്ലേ? മാർക്കറ്റിൽ ഒരുപാട് പേര് വരുന്നുണ്ട്. ഈ സ്ത്രീയെ പരിചയമുള്ള ആൾക്കാർക്കല്ലേ അറിയുള്ളൂ ഇവരുടെ വീട്ടിൽ സൂതക്കുണ്ട്, ഇവരുടെ മകൻ മരിച്ചിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ അവർ ഇതൊന്നും അറിയാണ്ട് വാങ്ങിച്ചു കഴിക്കുന്നവർക്ക് അവർക്കും ആചാരങ്ങളൊക്കെ ഉണ്ടാകില്ലേ എന്നാണ് തൊട്ടടുത്തുള്ള കടകളിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ സംസാരിക്കുന്നത്. പാസ് പടോസ് കി ദുക്കാനം സി പൂച്ചനെ പർ പത്താ ലഗാ ഉസ്കാ 23 ബറസ് കാ ജവാൻ ലടുക്കാ താ. അപ്പോൾ ലേഖൻ എന്ത് ചെയ്തു? വേറെ ഇവർ കരയുന്നതിൻ്റെ റീസൺ അറിയണമല്ലോ. അപ്പോൾ തൊട്ടടുത്തുള്ള കടകളിലൊക്കെ പോയി ചോദിച്ചു. അപ്പോൾ ലേഖകന് മനസ്സിലായി ഇവർക്ക് 21 വയസ്സുള്ളൊരു മകനുണ്ടായിരുന്നു. ഗർമെ ഉസ്കി ബഹു ഓർ പോത്താ പോത്തി ഹെ. വീട്ടിലെന്തുണ്ട്? മകൻ്റെ ഭാര്യ, ബഹു എന്ന് പറഞ്ഞാൽ മകൻ്റെ ഭാര്യ, അവർ പോത്താ പോത്തി, ഒരു ചെറിയ മകളും ചെറിയ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ട്. ലड़का शहर के पास 1.5 बीघा पर जमीन में कचियारी करके परिवार का निर्वाह करता था. ആൺകുട്ടി എന്താ ചെയ്തിരുന്നത്? ലഡ്ക ഷഹർ കെ പാസ് 1.5 बीघ पर, അതായത് ഈ ആൺകുട്ടി പട്ടണത്തിനടുത്തുള്ള 1.5 സെൻറ്റ് ഭൂമിയിൽ, 1.5 बीघ എന്ന് പറഞ്ഞാൽ 1.5 സെൻറ്റ് ഭൂമിയിൽ കച്ചിയാരി എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് കൃഷി ചെയ്തിട്ട് കുടുംബത്തെ പരിവാർ എന്ന് പറഞ്ഞാൽ ഫാമിലി, നിർവാഹകർത്താവ് എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്നു. ഗർഭൂജോं की डालियाँ बाजार में पहुंच जाकर कभी लड़का स्वयं सौदे का पास बढ़ जाता, कभी माँ बैठ जाती. ഗർഭൂജകളുടെ ബാസ്ക്കറ്റ് ബാസാറിൽ കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ ഇത് വിൽക്കാനായിട്ട് ആൺകുട്ടി തന്നെ ഇരിക്കും, അല്ലെങ്കിൽ ആരിയിരിക്കും? അമ്മയിരിക്കും എന്നാണ് പറയുന്നത്. ലഡ്ക പർസോ സുബ മുഹ് അന്ധേരെ ബേലോ മേ സെ പക്കെ ഗർഭൂജെ लड़का परसों सुबह मुंह अंधेरे बेलों में से पके गरबूजे चुन रहा था. गीली मेड़ी की तरावट में विश्राम करते हुए एक सांप पर लड़के का पैर पड़ गया. सांप ने लड़के को टम्स लिया. അപ്പോൾ എന്താണ്? ലഡ്ക പർസോ സുബ എന്ന് പറഞ്ഞാൽ തലേ ദിവസം മൂഹന്തേരെ ബേലോമെസെ. മൂഹന്തേര എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വെളുപ്പിന് 4:30-5:30 മണി, അതായത് ഇങ്ങനെ ഇരുട്ട് വീഴുന്ന സമയം, നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. ബേലെന്ന് പറഞ്ഞാൽ ഗർഭൂജകൾ ഉണ്ടാകുന്ന ക്രീപ്പറിലാണല്ലോ. അപ്പോൾ ആ ക്രീപ്പറിനെയാണ് ബേലെന്ന് പറയുന്നത്. അപ്പോൾ പക്കി ഗർഭൂജ, പാകമായ ഗർഭൂജകൾ തിരഞ്ഞെടുച്ചുരഹാത എന്ന് പറഞ്ഞാൽ എന്താണ്? പാകമായ ഗർഭൂജകൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഗീലിമേടുക്കി തരാവട്മേ. ഗീലിമേട് എന്ന് പറഞ്ഞാൽ വെളുപ്പിനായത് കാരണം കുറച്ച് മഞ്ഞൊക്കെ ഉള്ള കാരണം പുല്ലൊക്കെ ഇങ്ങനെ നനഞ്ഞു കിടക്കുമല്ലോ, മഞ്ഞുതുള്ളികൾ വീണ്. അപ്പോൾ ആ നനഞ്ഞു കിടക്കുന്ന പുല്ലിൽ വിശ്രാം കർത്തേക്ക് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏക്ക് സാമ്പപ്പർ, ഒരു പാമ്പിനെ ലഡക്കേക്ക പയർ പടുകയ, അതായത് ആൺകുട്ടി കയറി ചവിട്ടി. സാമ്പിനെ ലഡക്കേക്കോ ടംസ്ലിയ. പാമ്പ് എന്ത് ചെയ്തു? ഈ ആൺകുട്ടിയെ കാലിൽ കടിച്ചു. लड़की की बुढ़िया माँ बावली होकर ओछा को बुला लाई. जाड़ना फूंकना हुआ. नागदेव की पूजा हुई. पूजा के लिए दान दक्षिणा चाहिए. അപ്പോൾ എന്താണ്? ലഡക്കേക്ക് ബുഡിയമ്മ, ഈ അമ്മ എന്ത് ചെയ്തു? ബാവലി എന്ന് പറഞ്ഞാൽ ഭ്രാന്തിയെ പോലെ എന്നാണ്. അതായത് നമ്മൾ പെട്ടെന്ന് നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നം വന്നിട്ട് അത് പെട്ടെന്നൊരു ടെൻഷൻ ആവുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാണ്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ബാവലി എന്ന് പറയുന്നത്. അപ്പോൾ അവർ പെട്ടെന്ന് ടെൻഷനായിട്ട് ഓച്ചാക്കൊപ്പുലാലെ. ഓച്ച എന്ന് പറഞ്ഞാൽ പണ്ട് പാമ്പൊക്കെ കടിച്ചാൽ മന്ത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മന്ത്രം ചെയ്യുന്ന ആൾക്കാരെയാണ് ഓച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഓച്ചേനെ വിളിച്ചിട്ട് വന്നു. ജാഡന ഫൂഗന ഹുവ, അടിക്കാനും പിടിക്കാനും തുടങ്ങി. നാഗദേവ്ക്ക് പൂജ ഹുയി, നാഗദേവങ്ങളെ പൂജിച്ചു. പൂജാക്കേലിയെ ദാന ദക്ഷിണ ചാഹിയെ, ആ പൂജ ചെയ്യുന്നതിന് വേണ്ടി ദാനമായിട്ടും ഈ ഓച്ചക്ക് എന്തെങ്കിലും കൊടുക്കണം, ദക്ഷിണയായിട്ടും കൊടുക്കണം.
घर में जो कुछ आटा और अनाज दा ദാൻ ദക്ഷിണാമേ ഉദ്ഗയ. വീട്ടിൽ കുറച്ച് ആട്ട എന്ന് പറഞ്ഞാൽ മൈദ, അനാജ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ, കുറച്ച് മൈദയും ധാന്യങ്ങളും ഉണ്ടായത് എന്തിന് ദക്ഷിണയായിട്ട് കൊടുത്തു. മാ ബഹു और बच्चे ഭഗവാനാ से लिबड़ कर रोए. അമ്മയും അതുപോലെ മരുമകളും കുട്ടികളും അപ്പോൾ ഇവിടെ ആൺകുട്ടിയുടെ പേരെന്താണ്? ഭഗവാന എന്നാണ്. ഭഗവാന എന്ന് വിളിച്ച് കരയാൻ തുടങ്ങി. ഇപ്പോൾ ഭഗവാന ജോ ഏക് തഫേ ചുപ്പ് ഹുവാത്തോ ഫിർന പോലെ. പക്ഷെ ഭഗവാൻ എന്താണ്, എപ്പോഴാണോ മിണ്ടാണ്ടായത് പിന്നെ ഒന്നും മിണ്ടിയില്ല. അതായത് പാമ്പ് കടിച്ചു ഉടനെ മരിച്ചു എന്നർത്ഥം. സർപ്പയ്ക്ക് വിഷസി ഉസ്ക സബ് ബദൻ കാലാപ്പട്ടയാത. പാമ്പിൻ്റെ വിഷമേറ്റിട്ട് സാര ബദൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ ശരീരവും കറുത്ത നിറമായിട്ട് മാറി. जिंदा आदमी नंगा भी रह सकता है परंतु मुर्दे को नंगा कैसे विदा किया जाए. അപ്പോൾ ലേഖ ചോദിക്കുന്നു, ജിന്ദ ആദ്മി നങ്ക ബി രഹ് സക്തായി. ജിന്ദ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന വ്യക്തി, നങ്ക എന്ന് പറഞ്ഞാൽ ഡ്രസ്സൊന്നും ഇടാണ്ടിരിക്കുന്നതിനാണ് പറയുന്നത്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഡ്രസ്സൊന്നും ഇല്ലാണ്ട് ഇരിക്കാം. പക്ഷേ പരന്തു മുർദേക്കോ, മുർദ എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി, മരിച്ച ബോഡിയെ നങ്ക കൈസെ വിദാ കിയാ ജായേ, എങ്ങനെ തുണിയില്ലാണ്ടൊക്കെ എങ്ങനെ ഈ മരണാന്തര ചടങ്ങുകൾ എങ്ങനെ ചെയ്യും. उसके लिए तो बजाज की दुकान से नया कपड़ा लाना ही होगा. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബജാജ് കി ദുക്കാൻ എന്ന് പറഞ്ഞാൽ തുണിക്കടയിൽ നിന്നും പുതിയ വസ്ത്രങ്ങൾ കൊണ്ടുവരണം. ചാഹി ഉസ്കെ ലിയെ മാക്കെ ഹാത്തോ കി ചന്നി കങ്കന ഹി ക്യോന ബിജായി. അതിന് വേണ്ടിയിട്ട് അമ്മയുടെ കയ്യിലുള്ള ചന്നി കങ്കന എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ആഭരണങ്ങളെയാണ്, അതായത് പൊടിഞ്ഞതും ചെറുതുമായ അവർ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലുള്ള ഒരു സ്ത്രീയാണല്ലോ. അപ്പോൾ അവരുടെ വീട്ടിൽ അതേ ഉള്ളൂ. പക്ഷെ അതുപോലും വിറ്റിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഈ ഭഗവാനെ മരണാന്തര കർമ്മങ്ങളൊക്കെ ചെയ്ത് അയക്കാനായിട്ട്, പരലോകത്തേക്ക് അയക്കാനായിട്ട്. ഭഗവാന പരലോക ചലാ ഗയാ, घर में जो कुछ चूनी बूसी थी सो उसे विदा करने में चली गया. അപ്പം ഭഗവാൻ എന്തായാലും പരലോകത്തേക്ക് പോയി. घर में जो कुछ चूनी बूसी थी. चूनी बूसी എന്ന് പറഞ്ഞാൽ അരിയും ധാന്യങ്ങളും പൈസയൊക്കെ ഉണ്ടായതെല്ലാം എന്തിനു വേണ്ടി ചെലവഴിച്ചു? ഭഗവാനെ വിദാ करने में चली गई. बाप ने ही रहा तो क्या, ലടുക്കെ സുഖ ഉടുത്തി ഈ ബൂക്സ് ബിൽബിലാനിലേക്ക്. അച്ഛൻ മരിച്ചെങ്കിലും എന്താ, പക്ഷെ കുട്ടികൾക്ക് വിശക്കില്ലേ? അവർ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ബൂക്സ് ബിൽബിലാനെ ലഗി എന്ന് പറഞ്ഞാൽ വിശന്നിട്ട് കരയാൻ തുടങ്ങി. ദാദീനെ ഒന്നേ കാനേക്കേരെ ഗർഭൂജ ദേദിയെ ലേക്കിൻ ബഹുക്കോക്കെ അതെത്തി. ദാദി എന്ത് ചെയ്തു? ഗർഭൂജകൾ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്തു. ലേക്കിൻ ബഹുക്കോക്കെ അതെത്തി. പക്ഷെ ബഹു എന്ന് പറഞ്ഞാൽ മരുമകൾക്ക് എന്ത് കൊടുക്കും? ബഹുക്ക ബദൻ ബുക്കാർസെ തവേക്ക് തര തപ്രഹാദാണ്. ബഹുവിൻ്റെ ശരീരം, ബദൻ എന്ന് പറഞ്ഞാൽ ബോഡി, ബുക്കാർ എന്ന് പറഞ്ഞാൽ പനിയാൽ തവയ്ക്ക് തരാൻ, അതായത് തവയ്ക്ക് തരാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹീറ്റായിരുന്നു. നമ്മൾ തവയൊക്കെ ചൂടാക്കുമല്ലോ, അപ്പോൾ അത്ര ഹീറ്റായിരുന്നു എന്ന് ബോഡി. ആ ബേട്ടയ്ക്ക് പിന്നെ ബുഡിയാക്കോ ദുവന്നി ചവനി ബി കോൺ ഉദാർദേത്ത. ഇനി ഈ മകനില്ലാത്തപ്പോൾ ആരെങ്കിലും ഇവർക്ക് എന്തെങ്കിലും കൊടുക്കുമോ ദാനമായിട്ട്? बुढ़िया रोते रोते और राखें पहुँचते भगवान के बटोरे हुए ഗർഭൂജെ ടലിയ में समेट कर बाजार की ओर चली और चारा भी किया था. ഈ ബുഡിയ എന്താണ് കരഞ്ഞ് കണ്ണൊക്കെ തുടച്ചുകൊണ്ട് ഭഗവാനെ നേരത്തെ കളക്ട് ചെയ്ത് ആ ഗർഭൂജയുടെ ബാസ്ക്കറ്റ് എടുത്തുകൊണ്ടുവന്നു ബാസാറിൽ കൊണ്ടുവന്നു. വേറെ എന്ത് ചെയ്യാനാ അവർക്ക് അതല്ലേ നിവൃത്തിയുള്ളൂ. അവർക്കത് കച്ചവടം ചെയ്തിട്ട് വേണം ഇനി വീട്ടിൽ സാധനങ്ങൾ മേടിക്കാനും ചിലവ് നോക്കാനാണ്. അപ്പോൾ മകൻ മരിച്ചെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ കുട്ടികളുണ്ട്, ബഹുവുണ്ട്, അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ? അതുകൊണ്ടാണ് അവർ മകൻ മരിച്ചിട്ട് പോലും കച്ചവടത്തിനായിട്ട് മാർക്കറ്റിൽ വന്നത്. बुढ़िया गरबूजे बेचने का साहस करके आई थी परंतु सिर पर चादर लपेटे सिर को घुटनों पर टिकाए हुए फफ कर रो रही थी. ഈ ബുഡിയ ഇത് ഗർഭൂജകൾ വിൽക്കാനുള്ള സാഹസം കാണിച്ച് മാർക്കറ്റിൽ വന്നെങ്കിലും അവരെങ്ങനെയായിരുന്നത്? സിർപ്പർ ചാദർ ലപ്പേടെ, അതായത് മുഖം മറച്ചുകൊണ്ട്, മുഖം മുട്ടിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ഏങ്ങി കരയുകയായിരുന്നു. കൽ ജിസ്കാ ബേട്ട ചൽ ബസ ആജ് വ ബാസാർ മേ സൗദ ബേച്ചനെ ചലി ഹെ ഹായരെ പത്രദിൽ. അപ്പോൾ ആൾക്കാരെന്താ പറയുന്നത്? ഇന്നലെ മകൻ മരിച്ചതേ ഉള്ളൂ, ഇന്ന് അവർ സാധനങ്ങൾ വിൽക്കാൻ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. എന്തൊരു കല്ലാണ് അവരുടെ മനസ്സെന്നാണ് പുറത്തു നിന്ന് കാണുന്ന ആൾക്കാർ പറയുന്നത്. പക്ഷെ അവരുടെ അവസ്ഥ കൊണ്ടാണ് അവർക്ക് അങ്ങനെ വരേണ്ടി വന്നതെന്നാണ് ചിന്തിക്കേണ്ടത്. उस पुत्र वियोगिनी के दुख का अंदाजा लगाने के लिए पिछले साल अपने पड़ोस में पुत्र की मृत्यु से दुखी माता की बात सोचने लगा. അപ്പോൾ ലേഖൻ ചിന്തിക്കുകയാണ്, ഇവരുടെ ഈ പുത്രവിയോഗിനി എന്ന് പറഞ്ഞാൽ പുത്രൻ നഷ്ടപ്പെട്ട ആ അമ്മയുടെ ദുഃഖം കണ്ടപ്പോൾ ലേഖകന് കഴിഞ്ഞ വർഷം ലേഖകൻ്റെ തൊട്ടടുത്തുള്ള പടോസ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് അരികിൽ താമസിക്കുന്ന അല്ലെങ്കിൽ തൊട്ടടുത്ത് താമസിക്കുന്ന പുത്രയ്ക്ക് മൃത്യുസേ, ഇതുപോലെ ഒരു പുത്രൻ മരിച്ച ഒരു അമ്മയെ ഓർമ്മ വന്നു.
वह सम्राट महिला पुत्र की मृत्यु के बाद 2.5 मास तक पलंग से ഉടന സഖീതി. അവർ സംഭ്രാന്ത മഹിള എന്ന് പറഞ്ഞാൽ സമ്പന്നയായ സ്ത്രീയായിരുന്നു. അവരുടെ പുത്രൻ മരിച്ചപ്പോൾ അവർ 2.5 മാസം 2.5 മാസം പലങ്ക് കട്ടിലിൽ നിന്നും എഴുന്നേറ്റതേയില്ല. ഉന്നെ 15 മിനിറ്റ് ബാദ് പുത്ര വിയോഗസി മൂർച്ച ആ ജാത്തി थी. 15 മിനിറ്റ് കൂടുമ്പോൾ അവർക്ക് മൂർച്ച എന്ന് പറഞ്ഞാൽ ബോധക്ഷയം വരും. അവർ മൂർച്ഛന ആനയ്ക്ക് അവസ്ഥാമേ ആക്കോംസി ആസുവിനെ रुक सकते. ഇനി ബോധം ഉള്ളപ്പോൾ എങ്ങനെയാണ് കണ്ണിൽ നിന്നും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതായത് അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമെന്ന്. ദോദോ ഡോക്ടർ ഹർദം സിർഖാനെ ബൈറ്റേൻ എഴുതിയത്. 2 ഡോക്ടർമാർ ഫുൾ ടൈം അവരുടെ തലയുടെ അടുത്ത് ഉണ്ടാവും. ഹർദം സിർപ്പർ ബറഫ് രക്കി ജാത്തി थी. ബറഫ് എന്ന് പറഞ്ഞാൽ പനി വരുമ്പോൾ നമ്മൾ നെറ്റിയിൽ തുണി നനച്ച് വെക്കില്ല, അപ്പം അങ്ങനെ അവർക്ക് അങ്ങനെ വെച്ച് കൊടുത്തിരുന്നു. ഷവർ ബർക്കെ ലോകോക്കെ മനോസ് പുത്ര ശോകസെ ദ്രവിത് ഹോടേത്. അപ്പോൾ അവരുടെ ചുറ്റുമുള്ള ആൾക്കാർ ഇവരുടെ മകൻ്റെ ദുഃഖത്തിൽ ഇവരോടൊപ്പം പങ്കുചേർന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അവർ സമ്പന്നയായ സ്ത്രീ ആയതുകൊണ്ട് എല്ലാവരും അവരോടുകൂടി സഹകരിച്ചു നിന്നു. പക്ഷേ മറ്റേ സ്ത്രീ എങ്ങനെയാണ്, അവർ പാവപ്പെട്ടവരായതുകൊണ്ട് പിറ്റേ ദിവസം കച്ചവടത്തിന് വന്നപ്പോൾ അവരെക്കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നതാണ് ലേഖകൻ കേൾക്കുന്നത്. അപ്പോൾ ആ 2 സ്ത്രീകളുടെയും ദുഃഖം എങ്ങനെയാണ്, ഒന്ന് തന്നെയാണ്. 2 പേരുടെയും മകനാണ് മരിച്ചിരിക്കുന്നത്. പക്ഷെ 2 പേരുടെയും ആ സാമ്പത്തിക സ്ഥിതി, ഒരാൾ സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്നതും മറ്റൊരാൾ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നതുമായ ആ 2 സ്ത്രീകളുടെ ദുഃഖത്തിൻ്റെ ആ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ലേഖകൻ ഇവിടെ പ്രതിപാദിക്കുന്നത്. जब मन को सूची का रास्ता नहीं मिलता तो बेचैनी से कदम तेज हो जाते हैं. മനസ്സിൽ പെട്ടെന്ന് സൂചിക്ക രാസ്ത എന്ന് പറഞ്ഞാൽ മുന്നോട്ട് നമ്മൾ ഇനി എന്ന് ചിന്തിച്ച് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കാലിൻ്റെ സ്പീഡ് കൂടുന്നതെന്ന് പറയുന്ന കാര്യം, നമ്മളിങ്ങനെ ഓരോന്ന് ചിന്തിച്ച് നടക്കണമായിരിക്കും. അപ്പോൾ നടപ്പിൻ്റെ വേഗത കൂടിക്കൊണ്ടേയിരിക്കും. ഉസി ഹാലത്ത് മേ നാക്ക് ഊപ്പർ ഉടായ രാജ് ചൽത്തോം സെ ടോക്കറെ ഗാത്തെ മേ ചൽ രഹാദ സോച്ച് രഹാദാന്ന്. അതായത് ലേഖകൻ ഇങ്ങനെ ഓർത്ത് നടക്കുമ്പോൾ മുന്നിൽ വരുന്ന ആൾക്കാരായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാണ്ട് മനസ്സിലിങ്ങനെ ഓരോന്ന് ഓർത്തിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ശോക കർണെ ഗം മനാനെ കെ ലിയെ ഭി സഹൂലിയത്ത് ചാഹിയെ और दुखी होने का भी एक अधिकार होता है. ശോകം അതായത് ദുഃഖം ഉണ്ടാകും. അത് ഗം മനാനെ, അത് ആഘോഷിക്കുക അല്ലെങ്കിൽ അത് ആചരിക്കാനായിട്ട് ഒരു സഹൂലിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സാഹചര്യം ഉണ്ടാകണം. എല്ലാവർക്കും ദുഃഖമുണ്ടാവും. പക്ഷേ അത് നമ്മൾ ദുഃഖമാണെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാനോ ദുഃഖിച്ചിരിക്കാനോ നേരമില്ലാത്തവരും ഈ സമൂഹത്തിൽ ഉണ്ട് എന്നാണ് ലേഖകൻ പറയുന്നത്. ദുഃഖി ഹോനേക്കാബി എക്ക് അധികാർ ഹേ. ദുഃഖം ആചരിക്കാനോ അല്ലെങ്കിൽ ദുഃഖി ഹോനേക്കാബി എക്ക് അധികാർ ഹേ, അധികാരം ഉണ്ടായിരിക്കണം എന്നാണ് ലേഖകൻ പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. താങ്ക് യു.